ആന്റിക്ക് ബോധത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം, ടീച്ചർ പറഞ്ഞു തന്നതാ. എന്ത് രസമാണെന്ന്. അയ്യോ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൻ ഉറങ്ങിക്കും, മമ്മിയും ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി ഇച്ചും വെയും പറയുന്നുണ്ടോ നോക്കാവും. നല്ല മീനുണ്ട്. വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ പറയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടിനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി, ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്ട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിക്കാം മമ്മി. എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണുവേട്ടൻ പഠിപ്പിച്ചു തന്നതാ. അയ്യോ, ഗട്സ് പൊട്ടിപ്പോയല്ലേ ചേട്ടാ. ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗട്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധക്കറിയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നേ അന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. എന്തു ഞാൻ രാധയ്ക്ക് YWCA ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കണമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇറക്കടാ. എത്രയായി? 10 രൂപ. അരട്ടെ സാർ. റൈറ്റ്. എടാ അറിയാ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. എന്താ അറിയിക്കായിരുന്നത്? ഞാൻ നേരത്തെ പോകുന്നില്ലയാ. നീ വാ, നീ വാ. ഏതായാലും ഇന്ന് ഘോഷിക്കണം. അതിരിക്കട്ടെ, മദ്രാസിലെ ഗേൾസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവനെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ള. അയ്യാ, ഒരു ഗുഡ് ന്യൂസ്. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഏരിയ മാനേജറായി ഇവിടെ തന്നെ. ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അല്പം വിഷമം കാണും. ഞങ്ങളെല്ലാം വഴക്കന്മാരാണല്ലോ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ സാറിന് ഇപ്പൊ ബുദ്ധിമുട്ടായി. എന്തോ വലിച്ചു പറഞ്ഞായിരിക്കും. നിക്ക്, നമുക്കൊരു കൂട്ടക്കുളി പാസ്സാക്കാം. നടക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വരണം. വരാം.
YWC താമസമായി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മറന്നു കേട്ടോ. മിനിമോളെ ആന്റി പോട്ടെ. ആന്റി ഞാൻ വീട്ടില്ല. ആന്റി പോവണ്ട. മമ്മി ആന്റിയോട് പോവണ്ടെന്നും പറയാമേ. മോളെ ആന്റി കുത്തിവെപ്പിക്കാൻ പോവുക. മോളെ എന്നാ മോളെ ഡോക്ടർ കുത്തിവെക്കും. ആണോ അമ്മി? അതെ. രാധ കയറിക്കോളൂ. പോട്ടെ മോളെ. ആന്റി കുത്തി വെച്ചിട്ട് വേഗം വരണേ. വരാം മോളെ. പിന്നെ ഡാഡി വേഗം ഇനി കൊണ്ടുവരാം. കഞ്ഞുകാലാൻ വയ്യാത്തപ്പോ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇപ്പൊ നീ എവിടെ നിന്ന് വന്നടാ? നെഞ്ചിട്ട് കയറ്റിക്കൂടാ. തനിക്കിപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം കണ്ണുതിയില്ല. സാറേ 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 മനുഷ്യ തെണ്ടാനായിരിക്കില്ല. തെണ്ടികൾ. സാറേ 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 തന്റെ കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസ ഉരുൾ എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ. വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ്. ചെല്ലേ സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ. രണ്ട് കണ്ണും കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണം ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്താ കാഴ്ച ചേട്ടാ. ചേട്ടാ 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 എന്റെ കാഴ്ച ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ ചേട്ടാ. സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കടന്നവരാണ്. ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നവനാണ് സാറേ. സാറേ സാറേ ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി ഒരു 4 തരണേ. അല്ലേ? അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ സാറേ? സാറേ സാറേ ഒരു 10 പൈസ തരണേ. കയ്യും കാലും ഉണ്ടാവുന്നവനാണ്. അയ്യോ സാറേ 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 ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ നോട്ടാണെങ്കിൽ ചില്ലറ തരാം സാറേ. സാറേ സാറേ കയ്യും കാലും ഉണ്ടാവുന്നവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ. എന്നെ പോലെ ആയിപ്പോ സാറേ. സാറേ ഞാൻ സാറേ സാറേ കൈ. ഹലോ ആ ആന്റി. ഓ അമുൽ ബേബി. ഹലോ അങ്കിൾ. പോകത്തില്ലേ? സോറി. ഹായ്. കൊള്ളാലോ. ഇതൊക്കെ കളി മോശം. ഒരു കലക്ഷനുമില്ല ഇന്ന്. മേഡം സുഖാണോ രാധ? രാവിലെ തുടങ്ങിയതാ ആന്റിയെ കാണണം പറഞ്ഞ് ബഹളം. ഞാനിന്ന് ആന്റിക്ക് ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുക. അതെയോ? ഇന്ന് രാത്രി മോള് വീട്ടിൽ പോകണ്ട. നാളെ രാവിലെ ആന്റി വീട്ടിൽ കൊണ്ടാക്കാം. മമ്മി ഞാനിന്നിവിടെ കിടക്കട്ടെ. ഡാഡിയോട് ചോദിക്കും. ഡാഡി ആ ബീച്ചിൽ പോയിട്ട് ആലോചിക്കാം. നല്ല ഡാഡി. ഓ മതി ഡാഡി, നമുക്ക് ബീച്ചിൽ പോവാം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. രാധയുടെ പഴയ ദുഃഖഭാവം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ? നമുക്ക് ബീച്ചിൽ ടാക്സി പോവാം. സ്കൂട്ടർ വിളിക്കട്ടെ. എന്തോ നീ വാ, അവിടെ വരും. എത്ര പ്രാവശ്യം നിനക്ക് ബലൂൺ വാങ്ങിച്ചെന്നാ? എല്ലാം പൊട്ടിക്കാൻ പിന്നെ ബലൂൺ ഞങ്ങൾ പൊയ്ക്കും.
നമുക്ക് പിന്നീട് വായിക്കാം. ഇനി പറയാനാ പറഞ്ഞത്. അവനൊരു ചാദ്യം കണ്ടില്ലേ? നിങ്ങളെ നല്ല കുട്ടിയൊന്നും ആന്റിയുടെ കൂടെ വാ. എന്താ ഇത്? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്. ആ തിയേറ്ററിൽ വെച്ച് അത്രയും പേര് ഉന്മേഷം അവളെന്നെ വായിച്ചു. നീയൊക്കെയാണ് അതിന്റെ കാരണക്കാരന്മാര്. എന്റെ അഭിമാനത്തിന്റെ ഒരു ഫുട്ബോൾ നമുക്ക് സമാധാനം. എന്റെ ജീവിതത്തിലായിട്ട് നീയൊക്കെ അവളെ വെറുതെ വിടില്ല. എന്ത് വെറുതെ വിടില്ല? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഭാവമാണോ? അതേടാ, നീ ആണുങ്ങളുടെ കരണത്ത് അടിക്കും അല്ലേടി? അതെ, അടിക്കും. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. എന്ത് പറ്റി സാർ? ഇന്ദു, എന്റെ ഇന്ദു അവിടെ? ഇവിടെ കാണുന്നില്ല. നമുക്ക് ഈ വഴി പോയി നോക്കാം. എന്താ സാർ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ ആളുകൾ വല്ലതും
വൈകിയാൽ അപകടമാണ്. ഈ രാത്രി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അത്രയും നല്ലതല്ലേ? സാറിന് 4 പേര് അറിയുമെന്നുള്ള ഭയമാണ്. വരൂ സാർ. നിങ്ങൾ വിഷമിക്കണ്ട, വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ.